ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ റെയിലോപ്പിന് കൊടുക്കുന്ന ചെറിയൊരു ഫുഡ് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഞാൻ ഒരു പാൻ കേക്ക് ഉണ്ടാക്കുന്ന അമൃതപ്പൊടി വെച്ച് തന്നെ ഒരു പാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ അമൃതം പൊടി ഉണ്ടല്ലോ, അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി, അതുപോലെ തന്നെ റോബസ്റ്റ പഴം എടുക്കുക. ഇത് ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചുമ്മാ ഒന്നുണ്ടാക്കി പരീക്ഷ നോക്കിയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കുഞ്ഞിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റോബസ്റ്റ പഴം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക, ഒരു കഷ്ണം പോലും കാണരുത് കേട്ടോ അതിൽ. എന്നിട്ട് ഈ അമൃതം പൊടിക്കകത്തിട്ട് നമുക്ക് എന്താണ് കുഞ്ഞിന് കൊടുക്കുന്നത്, നിങ്ങൾ പിസ്ത, അതുപോലെ തന്നെ കശുവണ്ടി, അതുപോലെ ബദാം പരിപ്പ്, ഇതൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതിലേതാണോ നിങ്ങൾക്ക് കുഞ്ഞിന് കൊടുക്കാൻ ഇഷ്ടമുള്ളത്, കുഞ്ഞിന് കുഴപ്പമില്ലാന്ന് തോന്നുന്നത് നിങ്ങളിടുക. ഞാനിത് മൂന്നും കൂടി മിക്സ് ചെയ്ത് തന്നെയാണ് ഇടുന്നത്. ഇത് മൂന്നും ഞാൻ അവനെ സെപ്പറേറ്റ് കൊടുത്ത് കുഴപ്പമൊന്നും ഇല്ല, അവന് അലർജിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് തരിയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലോ എന്തെങ്കിലും ആഡ് ചെയ്യാം, അല്ലെ ചൂടുവെള്ളം ആയാലും മതി കേട്ടോ. പാല് ചില കുട്ടികൾക്ക് കഫക്കെട്ടായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഇതിൽ ചൂടുവെള്ളം ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് നല്ലൊരു ബാറ്റർ ആക്കിയതിന് ശേഷം നമുക്ക് ദോശ ചുടുന്നത് പോലെ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. സെപ്പറേറ്റ് നമുക്ക് ഈ അമൃതം പൊടിക്കകത്ത് ഇപ്പോൾ മധുരം, പണ്ടത്തെ അമൃതം പൊടിക്കകത്ത് നല്ല മധുരമായിരുന്നു, ഇപ്പോൾ ഉള്ള അമൃതം പൊടിക്കകത്ത് വലിയ മധുരം ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഈ പഴം ചേർക്കുന്നതുകൊണ്ട് എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന നമുക്ക് ഒരു ഫുഡിനകത്തും മധുരവും ഉപ്പോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം ഞാൻ ഈ തയ്യാറാക്കി എടുക്കുന്നത് പോലെ ഇങ്ങനെ ഒരു ബാറ്റർ ചെയ്ത് എടുക്കുക കേട്ടോ. വെള്ളം ഒത്തിരി അങ്ങ് ലൂസായി പോകാതെ ഇത്തിരി ഒരു നമ്മൾ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്ന ആ ഒരു രീതിയിൽ ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അത്യാവശ്യം ഒരു 4-5 പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇവനത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് അത്യാവശ്യം നല്ല ഫീലിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴാണെങ്കിലും നിങ്ങൾക്കിത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റെസിപ്പീസ് വേണമെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ടാറ്റാ.